എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇത് ഇന്ന് വന്നൊരു ന്യൂസ് ആണ്. കമ്പനി ബോർഡ് LGS നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പുറത്തു വന്നു. കമ്പനി ബോർഡ് LGSന് ഇത്തവണ 6,51,000 ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മനസ്സിലാക്കാം, ഇത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എന്നിട്ടും വെറും 6,51,000 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതായത് 2021 നോട്ടിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം ആൾക്കാരുടെ കുറവാണ്. എന്തായിരിക്കും കാരണം? നിങ്ങളുടെ ആൻസർ, നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവിടെ നോക്കുക, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ 2021 നോട്ടിഫിക്കേഷനിൽ 8,52,084 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. 8,52,084. പക്ഷേ ഇപ്പോൾ 6,51,606 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2,478 ആൾക്കാരുടെ കുറവാണ് ഇപ്പോഴത്തെ ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അത് എല്ലാ നോട്ടിഫിക്കേഷനിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ LD എടുക്കുകയാണ്. കഴിഞ്ഞ LD നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ്, ലക്ഷങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ 5 ലക്ഷത്തോളം ആൾക്കാർ കുറവാണ് LD അപ്ലൈ ചെയ്തത്. ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1-ന് 3,95,000 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്തായിരിക്കും ഇതിന്റെയൊക്കെ കാരണം? അതില് ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നു ഈ നീണ്ടൊരു പ്രോസസ്സാണ്. നീണ്ടൊരു പ്രോസസ്സ് എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപാട് കാലം കാത്തിരിക്കാൻ പറ്റത്തില്ല. വളരെ പെട്ടെന്ന് അവരൊരു സ്കിൽ ബേസ്ഡ് കോഴ്സ് പഠിക്കുന്നു, അവർ ജോലി കിട്ടി അങ്ങ് പോകുന്നു. അതായത് കമ്പനി ബോർഡ് LGSന്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ 2025 നോട്ടിഫിക്കേഷൻ വന്നു. 2026 അതിന്റെ എക്സാം നടക്കും. 2026 ഒരു പ്രിലിംസ് ഇല്ല എങ്കിൽ ഒരു ജൂൺ മാസം എക്സാം പ്രതീക്ഷിക്കാം. പ്രിലിംസ് ഉണ്ടെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മാസം പ്രിലിംസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ 2026 എക്സാം നടക്കുന്നു. 2027 ജനുവരി 12-ന് റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. 2030 വരെ കാലാവധിയുണ്ട്. അതായത് ഒരു എക്സാമിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് 5 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ബാക്കിയുള്ള എക്സാംസ് അവരുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അതായത് സെൻട്രൽ എക്സാംസ് ആയ RRB, ദെൻ SSC എല്ലാ വർഷവും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു. 1 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പോകുന്നുണ്ട്. മൈഗ്രേഷൻ ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഓരോ വർഷം കഴിയും തോറും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറയുന്നു. അപ്പൊ അവിടെ ഇതൊന്നും ബാധകമല്ലാത്ത നന്നായിട്ട് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലേ. അതായത് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് സാധാരണക്കാരായ വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ശരാശരി കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ അവർക്ക് ഇപ്പോഴും അവർക്ക് ഏറ്റവും വലുത് ഗവൺമെന്റ് ജോലി തന്നെയാണ്. അതായത് സ്ഥിരമായിട്ടൊരു വരുമാനം കാണും. ഒരിക്കലും അത് നിൽക്കത്തില്ല. ഒരു ജോലി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു വില കാണും. മാത്രമല്ല, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാം. എല്ലാ കാലവും ആ ജോലി കാണും. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഗവൺമെന്റ് എക്സാംസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും കട്ട് ഓഫ് കുറയത്തില്ല. കാരണം 6,51,000 ആൾക്കാരാണ് ഇപ്പൊ അപ്ലൈ ചെയ്തത്. അതിന്റെ 10% നന്നായിട്ട് പഠിക്കും. ബാക്കി 90% ഒക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ എഫോർട്ട് ഒന്നും കൊടുക്കത്തില്ല. ലാസ്റ്റ് നിമിഷം പഠിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും. അവരൊക്കെ കിട്ടത്തുമില്ല. പക്ഷെ ഇതിനകത്തൊരു 10% ആൾക്കാർ കാണും, ഒരു 10,65,000 ആൾക്കാർ കാണും. അവര് തീ പോലെ പഠിക്കാൻ റെഡി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. എപ്പോഴും അവരാണ് എല്ലാ എക്സാമിലും കോമ്പറ്റീഷൻ കൊടുക്കുന്നത്. അവരാണ് എപ്പോഴും കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. അവരാണ് എപ്പോഴും നന്നായിട്ട് പഠിക്കുന്നത്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇതിനകത്തും ആ പഠിക്കുന്ന കുട്ടികൾ അവിടെ തന്നെ കാണും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മക്കളെ, അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ചാൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ തന്നെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? 2,522 അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് 1 വർഷവും 2 മാസം സമയമുണ്ട്. 1 വർഷവും 2 മാസം സമയമുണ്ട്. അപ്പോ 1.25 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷവും 10 മാസവും കൊണ്ട് 2,522 പേർക്കാണ് നിയമനം കിട്ടിയേക്കുന്നത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അവിടെ മനസ്സിലാക്കുക, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ 2,522 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 2,072 പേര് പോയി. അത് കഴിഞ്ഞ EWS ആണെങ്കിൽ 2,083 പേര് പോയി. ഈഴവ ആണെങ്കിൽ 2,076 പേർക്ക് നിയമനം കിട്ടി. ദെൻ SC ആണെങ്കിൽ 91 സപ്ലി ലിസ്റ്റിൽ നിന്ന് എടുത്തു. ST ആണെങ്കിൽ 126 സപ്ലി ലിസ്റ്റിൽ നിന്ന് എടുത്തു. മുസ്ലിം ആണെങ്കിൽ 3,711 പേർക്ക് അഡ്വൈസ് പോയി. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതായത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണോ? ഒരു പരീക്ഷ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ 2021 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടന്നത്. പ്രിലിംസ്, പിന്നെ അത് കഴിഞ്ഞ മെയിൻസ്. പക്ഷെ ഇപ്പോ ഒരു LGS പരീക്ഷയ്ക്കൊക്കെ 2 ഘട്ടങ്ങളായിട്ട് സെലക്ഷൻ നടക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു ചോദ്യം എല്ലാവരും PSCയോട് ചോദിക്കുന്നുണ്ട്.
അപ്പൊ PSC അത് മാറ്റാനും സാധ്യതയുണ്ട്. വരുന്ന ജനുവരി മാസം നമുക്കറിയാം, അല്ലെങ്കിൽ ഡിസംബർ അവസാനമൊക്കെ നമുക്കറിയാം. കാരണം ഈ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം PSCയുടെ വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിക്കും. അതിന് കൃത്യമായിട്ട് ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ മാസം നടക്കുന്നു, മാത്രമല്ല പ്രിലിംസ് ഉണ്ടോ, മെയിൻസ് ഉണ്ടോ, എക്സാം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, സിലബസ് എന്താണ്, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്തവരാണെങ്കിൽ, ഇത് മാത്രമല്ല കമ്പനി ബോർഡ്, LGS, അതേപോലെ തന്നെ VFA നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നായിരുന്നു, ബിവറേജ് LD നോട്ടിഫിക്കേഷൻ ഇനി അങ്ങോട്ട് വരും. അപ്പൊ ഇതേപോലെയുള്ള 10th ലെവൽ എക്സാമിന് ഒരു അടിപൊളി അറ്റംപ്റ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ജോലി ഉറപ്പിക്കുന്ന ഒരു അറ്റംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ 3 പുതിയ ബാച്ചസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച്, ഞാനായിരിക്കും അതിനകത്ത് മെൻഡർ ആയിട്ട് വരുന്നത്, കൃത്യമായിട്ട് ഫയർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച്. രണ്ടാമത്തേത് ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി ജോബിൻ സാറിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ഗോൾഡ് ബാച്ച്. മൂന്നാമത് നമ്മൾ ഈ കമ്പനി ബോർഡ്, LGS, VFA, ബിവറേജ് LD അതിനുവേണ്ടി പുതിയൊരു ബാച്ച് ഈ ജനുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകളുള്ള ഒരു അടിപൊളി ബാച്ച്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ച് പേര് മാത്രമേ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ചോടാം. 8281223366 ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. അല്ല എങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. എന്നിട്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ നിങ്ങൾക്ക് മേടിച്ചു തരാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണാം. ഓക്കെ, അടിപൊളി ക്ലാസ് ആയിരിക്കും, പ്രിന്റ് റെഡി ആയിട്ടുള്ള അടിപൊളി PDF ആയിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരു കാര്യം ഉറപ്പ് തരാം, ഇതിനേക്കാളും അപ്പുറം ഏറ്റവും നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ല, കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പും മോട്ടിവേഷൻ സെഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ നോട്ട്സിൽ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ കൂടെ കൂടിക്കോടാ. 2027 ജനുവരി 12 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആദ്യം കാണാൻ പറ്റും. റെഡി അല്ല നിങ്ങൾ, ഓക്കെ ആണെങ്കിൽ താഴെ S എന്നടിച്ച് ജോയിൻ ചെയ്തോ, ക്ലാസ്സിൽ കാണാം.